ചേരുകയാണ്. മഹേഷുമുണ്ട്, അഡ്വക്കേറ്റ് ബി എൻ ഹസ്കറുമുണ്ട്. മഹേഷ്, ഇതിനകത്ത് ഒരാൾ കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അയാൾ ഒരു സൂത്രധാരൻ, ഇതൊന്നുമില്ലാതെ ഈ കേസ് അവസാനിക്കുകയാണ്. അതായത് ക്ലൈമാക്സിൽ ഒരു സൂത്രധാരൻ ഇല്ല, ഒരു യഥാർത്ഥ വില്ലൻ ഇല്ല, മറിച്ച് ഈ പറയുന്ന ആയുധം മാത്രമാണ് ഇപ്പോൾ കുറ്റവാളികളായി മാറിയിരിക്കുന്നത്. അവർക്ക് ശിക്ഷ, ആ കുറ്റകൃത്യത്തിന് കിട്ടേണ്ട ശിക്ഷയിൽ ഏറ്റവും കുറഞ്ഞ ശിക്ഷയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് എന്ത് സന്ദേശമാണ് നൽകുന്നത് എന്ന ചോദ്യം വരുന്നത് സ്വാഭാവികമാണല്ലോ. വിശ്വസിക്കുവാൻ പ്രയാസമുള്ള ഒന്ന്, കാരണം ഇതൊരു കൊട്ടേഷൻ ഇല്ലാത്ത ഒരു കുറ്റകൃത്യമാണെന്ന് വിശ്വസിക്കുവാൻ പ്രയാസമാണ്. മഹേഷ്, അല്ല മഞ്ജുഷ, ഇതിനകത്ത് ആദ്യമായിട്ട് തന്നെ എനിക്ക് ഉണ്ടായ ഒരു ഞെട്ടലും കൂടെ ഞാനൊന്ന് പറഞ്ഞോട്ടെ. കാരണം ഞാൻ യഥാർത്ഥത്തിൽ ഈ അറ്റ്ലീസ്റ്റ് ഒന്നാം പ്രതിക്കെങ്കിലും ജീവപര്യന്തം, നമ്മൾ തമാശക്കൊക്കെ പറയില്ലേ ജയിലിടിഞ്ഞാലും പുറത്തു വരില്ല എന്നൊക്കെ, എന്ന് പറയുന്ന പോലെ മരണം വരെ അയാൾ ജയിലിനുള്ളിൽ കഴിയും എന്ന് തന്നെയാണ് ഞാൻ കരുതിയത്. അങ്ങനെ ഒരു വിധി വരും, പക്ഷെ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ അല്ലല്ലോ കാര്യങ്ങൾ വരുന്ന എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാം. എന്നാൽ കൂടി കാരണം അയാൾക്ക് ഡയറക്റ്റായിട്ട് ഇതിനകത്ത് ബന്ധമുണ്ട്. അയാളാണ് ബാക്കി 5 പേരെയും കൊണ്ടുവന്നിരിക്കുന്നത്. അയാൾക്കാണ് ഫിസിക്കലി ബന്ധം ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ ഓരോ കാര്യങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിലും എങ്ങനെ മറ്റുള്ളവരുമായിട്ട് ഒരേ തലത്തിൽ ഒരേ ലെവലിൽ ഇയാളുടെ കുറ്റങ്ങൾ കാണാൻ സാധിക്കും എന്നുള്ളതാണ് എൻ്റെ ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം എന്നെ ഞെട്ടിക്കുന്നത്, ശരിക്കും പറഞ്ഞാൽ അയാൾ 7.5 വർഷം വിചാരണ തടവുകാരനായിട്ട് നിന്നു. 20 വർഷം കഠിന തടവ് എന്നാണ് പറയുന്നത്, കഠിന തടവ്. ഇപ്പോൾ 7.5 വർഷം സാധാരണ തടവുകാരനെ പോലെ വിചാരണ തടവുകാരനായി കഴിഞ്ഞു. 12.5 വർഷം കഴിഞ്ഞിട്ട് ആദ്യം പുറത്തിറങ്ങാൻ പോകുന്ന പ്രതികളിൽ ആദ്യം പുറത്തിറങ്ങാൻ പോകുന്നത് ഈ പൾസർ സുനിയാണ്. അതിനകത്തും പരോളോ അല്ലെങ്കിൽ ഓരോ വർഷം കഴിഞ്ഞിട്ട് കിട്ടുന്ന ചില ആനുകൂല്യങ്ങളൊക്കെ വെച്ചിട്ടാണെങ്കിൽ അതിനും വളരെ മുമ്പ് തന്നെ ഇയാളെ സമൂഹത്തിൽ പ്രതീക്ഷിക്കാം എന്നാണ് എൻ്റെ അർത്ഥം. അത് നൽകുന്ന സന്ദേശം എന്താണെന്നുള്ളതാണ് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത്. ഇതിനകത്ത് വിചാരണ നടക്കുന്ന ഒരു മാസ്റ്റർ മൈൻഡ് ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം താങ്കളെ വേവലാതിപ്പെടുത്തുന്നില്ല അല്ലേ? അതായത് പൾസർ സുനിയാണ് ഇതിന്റെ സൂത്രധാരൻ എന്നതിലേക്ക് താങ്കൾ പോവുകയാണല്ലേ? അങ്ങനെ തന്നെയാണ് കോടതി വിധി പ്രകാരം. അല്ല മഞ്ജുഷേ, മാസ്റ്റർ മൈൻഡ് ഉണ്ടാകാം. ഇവിടെ എനിക്ക് ആദ്യം തൊട്ടുള്ള തർക്കം മാസ്റ്റർ മൈൻഡ് ദിലീപാണ് എന്ന് പറയുന്ന വിഷയത്തിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അല്ലാണ്ട് എനിക്ക് 1 തൊട്ട് 6 വരെയുള്ള കുറ്റവാളികളിൽ എനിക്ക് സംശയമില്ല. അതിൻ്റെ പിന്നിലൊരു മാസ്റ്റർ മൈൻഡ് ഉണ്ടാകാം എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അവരെ പിക്ചറിലേക്ക് കൊണ്ടുവന്നിട്ടില്ല അല്ലെങ്കിൽ വന്നിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇതിൻ്റെ പിന്നിൽ എന്തായാലും ഒരാളുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഇത് പക്ഷേ വേറൊരു കാര്യം കൂടെ ഉണ്ട് മഞ്ജുഷേ. ഇതേ പ്രതി തന്നെ ഇതേപോലത്തെ സിമിലർ ആയിട്ടുള്ള കുറ്റപ്രവൃത്തികൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള ഒരാളാണ്. ഇതിനു മുമ്പ് ഇതേപോലത്തെ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളാണ്. ഇതേപോലത്തെ വേറെ പല ക്രിമിനലുകളും ഈ ഡ്രഗ്സും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഇതേ ക്രിമിനൽ പ്രവൃത്തി ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള ആളാണ്. അങ്ങനെയുള്ള ആളുകളെയാണല്ലോ യൂസ് ചെയ്യുന്നത്. അങ്ങനെയുള്ള ആളുകളെയാണല്ലോ യൂസ് ചെയ്യുന്നത് ഈ കൊട്ടേഷൻ പ്രവർത്തനത്തിന് വേണ്ടി. അല്ല മഞ്ജുഷ, അവിടെ എന്തെന്നറിയോ, അവിടെ ഞാൻ എൻ്റെ ഒരു വ്യത്യസ്തമായ അല്ലെങ്കിൽ ഒരു അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ഒരു സംശയവുമില്ല ദിലീപ് എന്ന് പറഞ്ഞ വ്യക്തി ഇത് ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ ഇത്രയും ഞാൻ നേരത്തെ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് മഞ്ജുഷേ, ഒരുപാട് കഠിനാധ്വാനം കൊണ്ട് മലയാള സിനിമയിൽ ഒരു എത്തിയ ആളാണ്, ഒരു ഉയർച്ചയിൽ എത്തിയ ആളാണ്. മമ്മൂട്ടി, മോഹൻലാൽ പോലുള്ള തണൽ വൃക്ഷങ്ങൾക്കിടയിൽ കൂടി വളർന്നു വന്ന ഒരാളാണ്. അയാൾ വളരെ ഷാർപ്പായിട്ടുള്ള ബുദ്ധിമാനായിട്ടുള്ള ഒരു ബിസിനസ്സുകാരൻ കൂടിയാണ്. അയാളൊന്നും ഇതുപോലുള്ളൊരു ചീപ്പായിട്ടുള്ള ഒരാളെ ഏൽപ്പിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അഥവാ ഏൽപ്പിക്കണമെങ്കിൽ തന്നെ നല്ല ഏതെങ്കിലും ആൾക്കാരെ ഏൽപ്പിക്കുകയേ ഉള്ളൂ. അല്ലാതെ ഇത്രയും ഒരു കുറഞ്ഞ ഒരു അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു പോലീസ് എങ്ങനെയാണ് ഒരു കുറ്റകൃത്യം കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞാൽ, ഇതേപോലുള്ള സിമിലറായിട്ടുള്ള കുറ്റകൃത്യം ഇതിനു മുമ്പ് നടന്നിട്ടുണ്ടോ എന്ന് നോക്കി അങ്ങനെയാണ് പെട്ടെന്ന് പ്രതികളിലോട്ട് ഈ പോലീസുകാർ എത്തിച്ചേരുന്നത്. നമ്മുടെ പോലീസൊക്കെ വളരെ ബുദ്ധിയുള്ള വളരെ കഴിവുള്ളവർ തന്നെയാണ്. അവരെത്രയും പെട്ടെന്ന് എത്തിച്ചേരുന്നത് സിമിലറായിട്ടുള്ള ഇതിനു മുമ്പ് കുറ്റകൃത്യം ചെയ്തിട്ടുണ്ടോ, അങ്ങനെയൊക്കെ തന്നെയാണ് പൾസർ സുനിയിലോട്ടും ഈ അന്വേഷണമൊക്കെ എത്തിയത് തന്നെ. പക്ഷെ അങ്ങനെ അവർ എത്തും എന്ന് ചിന്തിക്കാനുള്ള ബുദ്ധിയൊക്കെ ഒരു മനുഷ്യനുണ്ട്. അല്ലെങ്കിൽ അദ്ദേഹത്തിന് വളരെ ബുദ്ധി കൂടിയ ഒരു ബിസിനസ്സുകാരൻ തന്നെയാണ് അദ്ദേഹം. ഒന്നും ഇങ്ങനത്തെ ഒരു പ്രവൃത്തി ചെയ്യില്ല എന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ ആദ്യ കാലങ്ങളിൽ ഇതിൻ്റെ പിന്നിൽ സംഭവിച്ചെന്ന് അന്വേഷിച്ചുകൊണ്ട് ഞാൻ പിന്നീട് ദിലീപിനെ പറ്റി മനസ്സിലാക്കി ദിലീപ് ഒരിക്കലും ഇത് ചെയ്യില്ല എന്ന് ഞാൻ വിശ്വസിക്കുകയും ചെയ്ത് സംസാരിക്കാൻ വന്നത്. എന്ന് കരുതി ഞാൻ വീണ്ടും ആണായിട്ട് പറയട്ടെ, 1 തൊട്ട് 6 വരെ കിട്ടിയ പ്രതികൾക്ക് കിട്ടിയ ശിക്ഷ
തീരെ കുറഞ്ഞുപോയി എന്നാണ്. പ്രത്യേകിച്ചും ഒന്നാം പ്രതിക്ക് ജയിലിനകത്ത് തന്നെ കിടക്കണമായിരുന്നു, അദ്ദേഹത്തിന്റെ മരണം വരെ. അതുപോലെ തന്നെ മഹേഷ് ഒരു കാര്യം കൂടി താങ്കൾ പറയുന്നുണ്ട്, ഇത് ദിലീപ് അല്ല സൂത്രധാരൻ എന്നേ ഉള്ളൂ, പക്ഷെ ഒരു മാസ്റ്റർ മൈൻഡ് ഉണ്ട്. അത് താങ്കൾ ഇപ്പോൾ ദിവ്യ പറഞ്ഞത് താങ്കളും അനുകൂലിക്കുകയാണ്. ഒരു മാസ്റ്റർ മൈൻഡ് ഉണ്ട്, ആ മാസ്റ്റർ മൈൻഡ് ഇപ്പോഴും വന്നിട്ടില്ല. തീർച്ചയായിട്ടും. മാത്രമല്ല ഇത് നോക്കൂ, ഇവർ പറയുന്നത് ഈ പ്രായം, ഇവരുടെ ഈ 6 പേരുടെ പ്രായം, അവരുടെ കുടുംബം, ഇതൊന്നും ക്രൈം ചെയ്യുമ്പോൾ ഇവർ ഓർത്തില്ലേ? ഇവിടെ ഏറ്റവും കൂടുതൽ ക്രൈം ചെയ്യുന്നത് ചെറുപ്പക്കാരാണെന്ന് ഓർക്കണ്ടേ? ഇവരെ നന്നാക്കുക എന്നുള്ളതിനേക്കാളേറെ ഇവരെ മാതൃകപരമായിട്ട് ശിക്ഷിച്ചുകൊണ്ട് ഇനി നടക്കാവുന്ന പല ക്രിമിനലുകളും കുറ്റങ്ങളും ഇല്ലാണ്ടാക്കാനല്ലേ ശ്രമിക്കേണ്ടത്? ഇതിൽ നിന്ന് നൽകുന്ന സന്ദേശം എന്താണ് എന്ന് നമ്മൾ വളരെ കാര്യമായിട്ട് ആലോചിക്കണം. ശരി ദിവ്യ, മഹേഷ് പറയുന്നത്